എന്താ മകളെ ഇവിടെ? എനിക്ക് ബാപ്പയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? പറയൂ. ഞാൻ ഇതുവരെ ബാപ്പയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതെ, എന്റെ മകൾക്ക് എന്താണ് ആവശ്യം? എന്ത് തന്നെ ആയാലും ഞാൻ സാധിച്ചു തരും. ബാഗ്ദാദ് മഹാരാജാവ് വാക്കുമാറില്ലെന്ന് എനിക്കറിയാം. ഞാൻ ആവശ്യപ്പെടുന്നത് എന്റെ ജീവിതത്തെക്കുറിച്ചാണ്. മനസ്സിലാകുന്നില്ല. അലാവുദ്ദീന്റെ ഉമ്മയെ വാപ്പ ആക്ഷേപിച്ചയച്ചില്ലേ? അതെ, നിന്നെ നിക്കാഹ് ചെയ്യാൻ അലാവുദ്ദീൻ എന്തുകൊണ്ട് അന്തസ്? അന്തസ്സുണ്ടെങ്കിൽ മാത്രം പോരെ ബാപ്പ. മറ്റേത് രാജകുമാരന്മാരെക്കാളും അലാവുദ്ദീൻ ധീരനാണ്. അലാവുദ്ദീന്റെ ധൈര്യം ബാപ്പ തന്നെ നേരിട്ട് കണ്ടറിഞ്ഞതുമാണ്. നീ എന്താണ് മകളെ പറയുന്നത്? ഇനിയും ബാപ്പയ്ക്ക് മനസ്സിലായില്ലേ? ഞാൻ അലാവുദ്ദീനെ സ്നേഹിക്കുന്നു. അതെ, അലാവുദ്ദീനെ അല്ലാതെ മറ്റാരെയും ഞാൻ നിക്കാഹ് ചെയ്യില്ല. ഇത്തരം രത്നങ്ങൾ രാജാവിന് കാഴ്ചവെക്കാൻ ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധ്യമല്ല. അലാവുദ്ദീൻ എവിടെ നിന്ന് കിട്ടുന്നു? ഞാനും അതാണ് ആലോചിക്കുന്നത്. ഇതിലെന്തോ രഹസ്യമുണ്ട്. ശരി, അലാവുദ്ദീൻ, വിദേശ രത്ന വ്യാപാരികളെ കൊള്ളയടിച്ചതിന് നിന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുചെല്ലാൻ രാജാവിന്റെ ഉത്തരവുണ്ട്. കൊള്ളയോ? ഞാനോ? എനിക്കൊന്നും അറിയില്ല. ഞാൻ കൊള്ളയതില്ല. അത് രാജാവ് തീരുമാനിക്കും. അല്ല, ഇവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരണം. അല്ല അല്ല, ഞാൻ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ അക്രമങ്ങളുടെയും അനീതികളുടെയും തലപ്പത്ത് ഇവനാണുള്ളത്. നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചിവിടെ കഴിഞ്ഞിരുന്ന സാംദേശ രാജകുമാരിയെ കൊള്ളയടിച്ചതിന്റെ പിന്നിൽ, നാട്ടിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങളുടെയും പിന്നിൽ ഈ നിൽക്കുന്നവന്റെ കൈകളാണുള്ളത്. എന്നിട്ട് ഇവൻ സാംദേശ രാജകുമാരിയെ രക്ഷിച്ചതായി അഭിനയിച്ചു. ഒരിക്കലും ഇവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചു. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അങ്ങവിടെ ചെന്നപ്പോൾ ഇവൻ അങ്ങയുടെ രക്ഷകനായി മാറി. അവൻ മുറിവേറ്റു. നല്ലവനെന്ന് ബോധ്യമാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതാരായാലും വിശ്വസിക്കും, ഞാൻ പോലും. അമൃതീൻ, നമുക്ക് വേണ്ടത് ആരോപണങ്ങളല്ല, തെളിവുകളാണ്. രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നുള്ള വ്യാമോഹത്താൽ ഇവൻ കൊടുത്തയച്ച കാഴ്ചദ്രവ്യങ്ങൾ എന്താണെന്നറിയാമോ? വിലമതിക്കാനാവാത്ത രത്നങ്ങളും വൈരങ്ങളും. ഒരു മഹാരാജാവിനോ കൊള്ളക്കാരനോ മാത്രമേ അത് കൊടുത്തയക്കാൻ സാധിക്കുകയുള്ളൂ. ഇവൻ മഹാരാജാവല്ല. പിന്നെ ആരാണെന്ന് നിശ്ചയിക്കേണ്ടത് അങ്ങ് തന്നെയാണ്. അലാവുദ്ദീൻ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പടച്ചവനെ സാക്ഷി നിർത്തി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയും സംശയമോ അങ്ങേക്ക്? അലാവുദ്ദീനോട് അങ്ങേക്കുള്ള സ്നേഹവും വാത്സല്യവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അത് അലാവുദ്ദീനെ ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണമാവും തോന്നുന്നില്ല. ബാഗ്ദാദിലെ നീതിക്കും ന്യായത്തിനും അത് തടസ്സമാകുകയാണെങ്കിൽ അലാവുദ്ദീൻ ഒരു ശിക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ ചുമതല നാം മൗലവി സാഹിബിനെ ഏൽപ്പിക്കുന്നു. അവന്റെ കൈകൾ അഴിച്ചുവിടും. അലാവുദ്ദീൻ നിരപരാധിയാണ്. അള്ളാഹുവിന് പ്രിയപ്പെട്ട ഇവൻ ബാഗ്ദാദിന്റെ അഭിമാനമായി മാറും. ഇവനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടായിരിക്കും.
കാണുന്നില്ലല്ലോ. കുമാരിയുടെ ഭർത്തൃപദം അലങ്കരിക്കുന്ന ദേഹമല്ലേ നാളെ ഈ സിംഹാസനത്തിന് അവകാശി. ബാഗ്ദാദിന്റെ ഭാവിയിൽ അധിഷ്ഠിതമാണ് റോഷ്ലി രാജകുമാരിയുടെ വിവാഹം. മുഹമ്മദ് ഹുസൈൻ അലാവുദ്ദീൻ ഒരു സാധാരണ യുവാവല്ലെന്ന് നാം വിശ്വസിക്കുന്നു. അവൻ ധീരനാണ്, ശക്തനുമാണ്. എങ്കിലവൻ ഞാനുമായ ഒരു ബലപരീക്ഷണത്തിന് തയ്യാറാകട്ടെ.